എവിടെയാണ് ഈ സ്ഥലം? നടുഭാഗം ചുണ്ടൻ. പ്രേക്ഷകർക്ക് അറിയാമല്ലോ, ഈ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായി നെഹ്റു ട്രോഫി, അന്ന് നെഹ്റു ട്രോഫി ഇല്ല, നെഹ്റുവിനെ കൊണ്ടുപോയ നെഹ്റു ട്രോഫി ഉണ്ടാവാൻ കാരണമായ നടുഭാഗം ചുണ്ടൻ. ഇത്തവണ നടുഭാഗം ചുണ്ടൻ തുഴയുന്നതാരാ? പുന്നമട ബോട്ട് ക്ലബ്ബ്. PBC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എന്ന് മാത്രമല്ല, പുന്നമട ബോട്ട് ക്ലബ്ബ് എന്ന് കൂടി അറിയണം. പുന്നമട ബോട്ട് ക്ലബ്ബും ഇക്കുറി ശക്തന്മാരല്ലേ? ട്രോഫി എടുക്കാൻ വേണ്ടി വരുന്നവരാണ്. ഇത്തവണ ദാ നോക്കൂ, 6ാം തമ്പുരം ജോഷി കാവാലം ആണ്. അപ്പൊ ജോഷി കാവാലം ആണോ? അടിപൊളി. അപ്പൊ നമ്മൾ സ്വന്തം ബോട്ടിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോകുന്നു. എല്ലാ ബോട്ടും നമ്മുടെ സ്വന്തമാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ എത്തി നിൽക്കുന്നത് പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നമ്മളുടെ നടുഭാഗം ചുണ്ടൻ നീറ്റണിയാൻ പോകുന്ന കാഴ്ചയിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകാം. ഇത്തവണയും റിപ്പോർട്ടർ എല്ലാ വള്ളങ്ങളെയും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി സ്നേഹം നമ്മുടെ പുന്നമട ബോട്ട് ക്ലബ്ബിനുണ്ട്. പുന്നമട ബോട്ട് ക്ലബ്ബ് നീരണിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. എന്താണതല്ലേ? ഇതാണ് ഫിനിഷിംഗ് അല്ലേ? സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുക. ഈ വേലിക്കകത്ത് പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. അവിടെ കാണാം, അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. അവിടെ ഇങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും. അപ്പൊ 4 എണ്ണം വീതമുള്ള ഹീറ്റ്സുകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാത്തിരിക്കുന്നത്. ഒരു ഔട്ടർ ട്രാക്ക് 5 എണ്ണം വരുന്നത്. അതിന്റെ അവസാനം ആ കുറ്റിയിൽ കാന്തം വെച്ചിട്ടുണ്ട്, ഒരു കണക്ട് ചെയ്ത് കാന്തത്തിലാണ് വള്ളം പിടിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് സ്വിച്ച് ഇടുമ്പോൾ ഒന്നിച്ച് എല്ലാം ഒരുമിച്ചാണ് പോകുന്നത്. അപ്പൊ അത്രയും സാങ്കേതിക പെർഫെക്ഷൻ ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. അവിടെയാണ് നടുഭാഗം ചുണ്ടന്റെ പ്രത്യേകത. 2 വനിതാ ക്യാപ്റ്റന്മാരാണ് ഈ പ്രാവശ്യം നടുഭാഗത്തെ നയിക്കുന്നത്. എന്താ പേര്? ചരിത്രത്തിൽ ആദ്യമായി 2 വനിതാ ക്യാപ്റ്റന്മാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, വനിതകൾ ഈ ചുണ്ടൻ വള്ളത്തിൽ കയറുന്നതൊക്കെ ചില ആളുകളൊക്കെ പണ്ട് പറയുമായിരുന്നു. അതൊക്കെ പുതിയ കാലം വന്നു അല്ലേ? വനിതകൾ നയിക്കുന്നു, മുന്നിൽ നിന്ന് നയിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് സ്ത്രീ ശക്തികൾ, പ്രിയപ്പെട്ട വനിതകളെ, നിങ്ങളിൽപ്പെട്ട 2 പേർ, നമ്മളുടെ വനിതാ സുഹൃത്തുക്കൾ 2 പേർ ഇക്കുറി നടുഭാഗം ചുണ്ടനിൽ ക്യാപ്റ്റന്മാരായിരുന്നു. അപ്പൊ കപ്പടിച്ചാൽ അത് ചരിത്രമാണ്. നെഹ്റു ട്രോഫി ഉയർത്താൻ പോകുന്നത് ഈ വളയിട്ട കൈകളാണോ, തുഴയെറിയുന്ന വളയിട്ട കൈകളാണോ എന്നറിയാൻ നിമിഷങ്ങളേ ഉള്ളൂ. പണ്ട് ചുണ്ടൻവള്ളത്തെ സ്ത്രീകളെ കേട്ടില്ലെന്നാണ്. ഇപ്പൊ ആ ചുണ്ടൻവള്ളം നയിക്കാൻ സ്ത്രീകളോ? അതാണ് കാലത്തിന്റെ മാറ്റം. ഓരോരുത്തരും ചരിത്രം വഴിമാറും. എന്നിട്ട് നാട്ടുകാരൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അത് അവിടെ തന്നെ ഇരുന്നോ? നിങ്ങൾ എത്ര കാലം ഇരുന്നാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ചുണ്ടൻവള്ളം നയിക്കാൻ പോകുന്നത് 2 സ്ത്രീകളാണ്. നമുക്ക് അവരെ കൂടി പരിചയപ്പെടാം. ഇതാണ് ഇത്തവണ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളിൽ ഏറ്റവും പ്രത്യേകതയും ഏറ്റവും നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യവും നമ്മുടെ നടുഭാഗം. അതിലേറെ സന്തോഷകരമായ കാര്യം, നമ്മളും നടുഭാഗം ചുണ്ടനും തമ്മിലൊരു പങ്കാളിത്തം ഉണ്ട് അല്ലേ? നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പം നടുഭാഗം ചുണ്ടൻ അവിടെ കരയിൽ എല്ലാവരും കാത്തിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തവണ ഈ നെഹ്റു ട്രോഫി 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പ്രത്യേകത 2 വനിതകൾ ക്യാപ്റ്റന്മാരായി നയിക്കുന്ന ഒരു ചുണ്ടൻ നീറ്റെറിയാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണുള്ളത്. പുന്നമട കായലിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിശേഷങ്ങളുമായി